Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിന്റെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് അതിന്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ കൺവേർട്ടിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന നമ്പർ, നമ്മുടെ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, 10നെ എങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ഈ എക്സാമ്പിളിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഡെസിമൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ബേസ് 10 ആയിരിക്കും. അതായത് ഇതിന്റെ താഴെ കണ്ട ഒരു 10 എന്ന് എഴുതിയിരിക്കുന്നത്, അതിന്റെ ബേസ് എപ്പോഴും ടു ദ ബേസ് 10 എന്നാണ് നമ്മൾ പറയുക. ബൈനറി ആണെങ്കിൽ നമ്മൾ ടു ദ ബേസ് 2 എന്നാണ് പറയുക. അപ്പോൾ താഴെ 10 എന്നും 2 എന്നുമാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെസിമൽ ആണെങ്കിൽ 10, ബൈനറി ആണെങ്കിൽ 2. ഓക്കെ, അപ്പോൾ ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സീറോസും വൺസും മാത്രമേ കാണത്തുള്ളൂ. സീറോയും വണ്ണുമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ബൈനറി നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പാസ് ചെയ്ത നമ്മുടെ ഇൻപുട്ട് 10 ആണെന്നുണ്ടെങ്കിൽ 10നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ റിമൈൻഡർ എത്ര വരും? കംപ്ലീറ്റ്ലി 2 കൊണ്ട് ഡിവിസിബിൾ ആണ് 0 വരും, അല്ലെങ്കിൽ 1 വരും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 വന്നു. കോഷ്യന്റ്, അതായത് നമ്മുടെ ഹരണഫലം എത്ര വന്നു? 5 വന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ വരുന്നത് എത്രയാണ്? 5 അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ 5 കിട്ടിയതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ശിഷ്ടം ഇവിടെ റിമൈൻഡർ ഇവിടെ മാർക്ക് ചെയ്തിടണം. ഓക്കെ, വീണ്ടും 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? നമുക്ക് 2 വന്നു. അതായത് 2 2 4 അല്ലേ? അപ്പോൾ റിമൈൻഡർ 1 വന്നു. അപ്പം നമുക്ക് മുകളിൽ കിട്ടിയത് 2. ഓക്കെ, ഇനി ആ 2നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 വന്നു. അപ്പോൾ 1 ആയപ്പോൾ ഇനി ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇവിടെ വെച്ചത് സ്റ്റോപ്പായി. അപ്പം നമ്മൾ റിമൈൻഡർ ഓരോ വട്ടവും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നതെന്ന് വെച്ചാൽ ഈ നേരെ എഴുതുക. എന്നിട്ട് ഈ താഴെ വരുന്ന നമ്പർ 1 ആകുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ആവുമല്ലോ. അപ്പോൾ 1 ആവുന്ന വരെ ഇത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് എഴുതുക. അതായത് അപ്വേർഡ് ഡയറക്ഷനിൽ അതിനെ എഴുതുന്നതിനാണ് ബൈനറി നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറയുക. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് 0 1 0 1 താഴോട്ട് എഴുതി വെക്കരുത്. ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് 1 0 1 0 എന്ന് എഴുതുക. 1 0 1 0 ടു ദ ബേസ് 2 ആണ് ഇതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ. അപ്പോൾ ഏത് നമ്പർ എടുത്താലും ഇങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ട് റിമൈൻഡർ ഈ അപ്വേർഡ് ഡയറക്ഷനിൽ എഴുതുന്നതിനാണ് നമ്മൾ ബൈനറി നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി നമുക്കിത് പ്രോഗ്രാമാറ്റിക്കലി എങ്ങനെ ചെയ്യുന്നു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ജാവ പ്രൊജക്റ്റ് എടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ജാവ പ്രൊജക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അതറിൽ പോയിട്ട് ജസ്റ്റ് ജാവ പ്രൊജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതായിപ്പോൾ ജാവയ്ക്കകത്തുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പേര് കൊടുക്കുക. മൈ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ സാധാ പോലെ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് എന്താണ്? ഡെസിമൽ ടു ബൈനറി എന്ന് കൊടുക്കുകയാണ് ഞാൻ. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ്? നമ്മൾ ആദ്യം ഒരു ഇൻപുട്ട് വാങ്ങിക്കണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ഔട്ട് അടിച്ചിട്ട് കൺട്രോൾ സ്പേസ് കൊടുത്താൽ മതി. ഫുള്ള് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട. അപ്പോൾ മൊത്തം വന്നോളും. എൻ്റർ എ നമ്പർ. ഇനി നമ്മൾ ആ നമ്പർ വാങ്ങിക്കണം, അല്ലേ? നമ്പർ വാങ്ങുന്നത് എങ്ങനെയാണ്? സ്കാനർ ക്ലാസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. സ്കാനർ വെച്ചിട്ട് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്? ന്യൂ സ്കാനർ system.in വാങ്ങിച്ചു. ഇനി ഇൻറ്റ് നമ്പർ ഈക്വൽ ടു scan.next int. ഓക്കെ, ഇതിപ്പോൾ സ്കാനറിൻ്റെ അവിടുത്തെ എറർ മാറി. മറ്റേ മുമ്പ് എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മൗസ് ഓവർ ചെയ്തിട്ട് ആ പാക്കേജ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇത് ഓൾറെഡി ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ എറർ അങ്ങ് പൊക്കോളും. ഇപ്പോൾ എന്താണ്? നമ്മളൊരു നമ്പർ ഇപ്പോൾ സപ്പോസ് 10 വെച്ചാണെന്നുണ്ടെങ്കിൽ 10 നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് നമ്മുടെ കണ്ടീഷൻ ചെക്ക്? നമ്പർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വൈ നമ്മൾ ഈ വാങ്ങിയ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആവുന്നവരെ ഈ വൈൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഇനി ഇതിനകത്താണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഈ ഇമേജ് വെച്ച് തന്നെ പറയാം. നമ്മൾ ആദ്യം 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലേ? അപ്പോൾ പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും, അല്ലേ? അതായത് കോഷ്യന്റ് ഹരണഫലം നമുക്ക് കിട്ടും 5 എന്ന്. ഈ റിമൈൻഡർ 0 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ബൈ അല്ല മോഡാണ് ചെയ്യേണ്ടത്. റിമൈൻഡർ കിട്ടണമെങ്കിൽ നമ്മൾ മോഡും പിന്നെ ആ ഡിവിഷൻ ചെയ്ത് നമുക്ക് ആ കോഷ്യന്റ് അഥവാ ഹരണഫലം കിട്ടണമെങ്കിൽ നമ്മൾ ബൈയും ആണ് ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് നമുക്കിത് രണ്ടും വേണം. കാരണം എന്താണ്? ഈ നമ്പർ റിമൈൻഡർ നമുക്ക് വേണമല്ലോ, എന്നാലല്ലേ ബൈനറി കിട്ടത്തുള്ളൂ. അപ്പം റിമൈൻഡറിനെ സ്റ്റോർ ചെയ്യണം. പിന്നെ ഈ 5നെ നമുക്ക് വേണം. അതെന്തുകൊണ്ടാണ്? ആദ്യം 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ വീണ്ടും ഈ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഈ രണ്ടും നമുക്ക് വേണം, അല്ലേ? അപ്പം നമ്മൾ ബൈയും ചെയ്യണം, മോഡും ചെയ്യണം. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്പർ
മോഡ് 2 ചെയ്യുക. നമ്പർ മോഡ് 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 മോഡ് 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 0 കിട്ടും. അപ്പം നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റിജർ അറേ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇൻറ്റ് ബൈനറി എന്ന് തന്നെ കൊടുക്കാം. ബൈനറി എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ അറേ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഓക്കെ, ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 10 ഞാൻ സൈസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, ഇതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് ആദ്യം ഈ കൊടുത്ത നമ്പറിനെ നമ്മൾ മോഡ് ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ ആദ്യത്തെ ഇൻഡെക്സിലോട്ട് സേവ് ചെയ്യണം. വീണ്ടും അടുത്ത നമ്പറിനെ നമ്മൾ മോഡ് ചെയ്ത് കിട്ടുന്നത് അടുത്ത ഇൻഡെക്സിലോട്ട് സേവ് ചെയ്യണം. അങ്ങനല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പറും കൊടുക്കുകയാണ്. ഇൻറ്റ് ഐ ഈക്വൽ ടു 0. ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ 0 ആക്കി സെറ്റ് ചെയ്തു. ഇനി എന്താണ്, ഈ ബൈനറി അറയിലോട്ടല്ലേ നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ബൈനറി ഓഫ് ഐ ഈക്വൽ ടു നമ്പർ മോഡ് 2. അപ്പോൾ എത്രയായി? ഇപ്പം 10 മോഡ് 2 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും അല്ലേ? 0 എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് സേവ് ആയി. ഇനി എന്താണ്, ഈ ഐ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം, എന്നാലല്ലേ അടുത്ത ഇൻഡെക്സിലോട്ട് വരത്തുള്ളൂ. ഇനി എന്താണ്, ഈ 10/2 ചെയ്ത് റിമൈൻഡർ സേവ് ആയി. ഇനി എന്താണ്, 10/2 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുമല്ലോ. അടുത്ത ഇനി 5നെ അല്ലേ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് പുതിയ നമ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്പർ ബൈ 2 ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. അപ്പം അതാ ഇങ്ങനെ കൊടുത്തു. ഇതിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലൂപ്പിൻ്റെ വർക്കിംഗ് മനസ്സിലായില്ലെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന സപ്പോസ് നമ്പർ നമുക്ക് 10 തന്നെ കൊടുക്കാം. 10 എന്നുള്ളൊരു നമ്പർ നമ്മൾ പാസ് ചെയ്യുകയാണ്. അപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 0 ആണോ? അതെ. അപ്പോൾ ഇതിനകത്തോട്ട് കയറും. 10 മോഡ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. അപ്പോൾ ബൈനറിയോ ആദ്യം ഐയുടെ വാല്യൂ 0 അല്ലേ? 0th ഇൻഡെക്സിലോട്ട് 0 സേവ് ആയി. അപ്പോൾ ഇവിടെ എന്ത് വരും? 10 മോഡ് 2 ചെയ്തപ്പോൾ എന്താ വരിക? 0 വരും അല്ലേ? അപ്പോൾ 0 ഇതിനകത്ത് വന്നു. നെക്സ്റ്റ് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ ഐയുടെ വാല്യൂ 1 എന്നായി. അപ്പോൾ ഈ 10/2 ചെയ്തിട്ട് 5നെയാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എത്രയായി? 10/2 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടുമല്ലേ? അപ്പോൾ ഇനി നോക്കും 5 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന്. അതെ. അപ്പോൾ 5 മോഡ് 2 ചെയ്യുമ്പോൾ എത്ര വരും? 5 മോഡ് 2 എന്ന് പറയുമ്പോൾ 5 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലല്ലോ. അപ്പോൾ മോഡ് ചെയ്യുമ്പോൾ 1 വരും. നെക്സ്റ്റ് ഐ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ എത്രയാണ്? ഇനി ഈ 5/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി 2 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ഐട്രേറ്റ് ചെയ്ത് അവസാനത്തെ നമ്പർ വരെ നമ്മുടെ ഈ ബൈനറി ഓഫ് ഐക്കകത്തോട്ട് കയറും. മനസ്സിലായോ? ഇനി നമ്മൾ ഈ ലൂപ്പിന് വെളിയിൽ വന്നിട്ട് ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ ഇൻറ്റ് ജെ ഈക്വൽ ടു i-1. i-1 എന്താണ് കൊടുത്തതെന്ന് പറയാം. ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 മസ്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ 0th ഇൻഡെക്സിലെ റീഡ് ആവത്തില്ല. ജെ മൈനസ്. ഓക്കെ, റിവേഴ്സിലല്ല നമ്മൾ റീഡ് ചെയ്യേണ്ടത്. എന്നിട്ട് സിസ് ഔട്ട് ബൈനറി ഓഫ് ജെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുക്കുക. ബൈനറി നമ്പർ ഈസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്യിച്ച് നോക്കാം. ഇതാ എൻ്റർ എ നമ്പർ. അപ്പോൾ ഇത് കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. എൻ്റർ എ നമ്പർ നമുക്ക് 10 തന്നെ കൊടുക്കാം. ഇതാ 10 കൊടുത്തപ്പോൾ 1010 എന്ന് താഴെയാണ് വന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ അറയിലെ ഓരോ ഇൻഡെക്സും പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നെക്സ്റ്റ് ലൈൻ ആവുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ system.out.print ln എന്ന് കൊടുക്കണ്ട, ln എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു. ഞാൻ കൊടുക്കുകയാണ് 8 എന്ന് കൊടുത്തു. ബൈനറി നമ്പർ 1000. മനസ്സിലായോ? ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പിടികിട്ടിയല്ലോ. അപ്പോൾ ഓരോ തവണ ഇത് ഐട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ജെ ലൂപ്പിൻ്റെ വർക്കിംഗ് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ പലർക്കും ജെ ഈക്വൽ ടു i-1 എന്താ കൊടുത്തതെന്നൊരു ഡൗട്ട് കാണും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ഐട്രേഷൻ കഴിഞ്ഞ് അവസാനത്തെ നമ്പർ സ്റ്റോർ ചെയ്താൽ വീണ്ടും ഐ ഒരു വട്ടം കൂടി ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 8ൻ്റേത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഈ എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഇപ്പോൾ 0101 എന്നുള്ള നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞ് അവസാനത്തെ ഈ 1 വന്നു കഴിയുമ്പോഴും ഈ ഐ ഒന്ന് ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ജെ ഈക്വൽ ടു ഐ എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ലൊക്കേഷനെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ജെ ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ 8ൻ്റെ ഔട്ട്പുട്ട് കിട്ടിയെന്ന് വെച്ച് തന്നെ നോക്കാം. 1000 എന്നല്ലേ കിട്ടിയത്. ഇപ്പുറത്തൊരു 1 ഇപ്പുറത്തൊരു 0 എന്നൂടെ വരും. നമ്മൾ നോക്കണം. ഇതാ കണ്ടോ, ഇങ്ങനെ വരും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജെ ഈക്വൽ ടു i-1 എന്ന് കൊടുത്തത്. അപ്പം ഇങ്ങനെ ഏത് നമ്പറിൻ്റെ വേണമെങ്കിലും നമുക്ക് ബൈനറി നമ്പർ എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ് 15. ഇതാ 411. മനസ്സിലായല്ലോ.
അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.